മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് യേശുവിന്റെ കർത്താവിനെ രക്തം രക്ഷകൻ പാവങ്ങളുടെ നാഥനുമായി സ്വീകരിച്ച് ജീവിക്കാൻ തയ്യാറാകുക. ഇല്ല എന്നുണ്ടെങ്കിൽ ആ കണ്ണുപൊട്ടനും ചെവി കേൾക്കാത്തവരുമായിട്ടുള്ളവന്മാര് കൂടവും കൊണ്ട് വന്നിട്ട് നിന്നെ കവറിലിട്ട് തലയുടെ പുറകിലിട്ട് വലിയ പൈലിംഗ് മെഷീൻ ഇട്ട് അടിക്കുന്നത്, പണ്ട് പാറവടയിൽ ഈ തമിരിട്ട് അടിക്കുന്നത് പോലെ അടിച്ച് നിന്റെ രണ്ട് ചെവിയുടെ നടുക്ക് വശം അടിച്ച് പൊട്ടിച്ച് ഒരു പരുവാക്കി എണ്ണപ്പാളത്തിനും എണ്ണയ്ക്കും ഒരു എണ്ണക്കുരുവിനും കൊള്ളാത്ത രീതിയിൽ നിന്നെ ആക്കി തീർക്കുമെന്ന് നിന്റെ അള്ളാഹു എന്ന് പറയുന്ന ആ ഗോത്രദേവൻ, ആ ഗോത്രദൈവം, ആ പിശാച് പറഞ്ഞിരിക്കുന്നത് ഹദീസിന്റെയും ഖുർആനായത്തിലും തെളിവെച്ച് നിന്നോട് ഞാൻ ബോധിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് സുവർണകാലം, ഇന്ന് സത്യദിവസം, ഇന്ന് സത്യദിവസമായിട്ട് നിന്നെ ഞാൻ ആഹ്വാനം ചെയ്തു. ജീവനുള്ള ദൈവത്തിലേക്ക് തിരിക. ബാക്കി ഇനി സൈദിന്റെ കൈ തെളിവില്ല. സൈദ് പറയുന്നത് ഒന്നിനും തെളിവില്ല. ഇതാണ് പ്രശ്നം. സൈദ് ഇപ്പം പറഞ്ഞ ഈ പീലാത്തോസിന്റെ വിഷയം എവിടെ തെളിവ്? എന്തിയെ? വേർ ഇസ് ദ തെളിവ്? റെഫറൻസ് ബൈബിളിൽ ഞങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കാത്തതിന്റെ കാരണം മനസ്സിലായോ? വി ഡോണ്ട് ടേക്ക് യു സീരിയസ്ലി ബിക്കോസ് യു ഡോണ്ട് ഹാവ് എ റെഫറൻസ്. ബൈബിളിൽ പീലാത്തോസും കൈ എവിടെ എവിടെ എവിടെ? ബൈബിളിൽ നിങ്ങളെ കൊണ്ടുവരേണ്ടത്. വേർ? നിങ്ങൾ ബൈബിളിൽ ഇല്ലേ ഇങ്ങനെ അധ്യായം? എവിടെ അധ്യായമോ? പീലാത്തോസിന്റെ അധ്യായമോ? അധ്യായോ പീലാത്തോസ് എന്ന് പറയുന്ന അധ്യായം കഥാപാത്രമേ ഇല്ല. ലോകത്തുള്ള സകല നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരോപണം വെക്കുന്ന അവനാണ് അത് തെളിയിക്കേണ്ടത്. ഇത് ആരോപണം വെച്ചിട്ട് പറയാണ് നിങ്ങൾ കൊണ്ടുവരാൻ പറയുന്നത് എന്ത് ന്യായമാണ്? ഇത് ഒരുമാതിരി മുഹമ്മദിയ ജാഹിലിയ ഇടപാടല്ലേ? ആരാണോ ഞങ്ങളെന്താണ് ഇവിടെ മോളിൽ തെളിവ് സഹിതം വെച്ച് സംസാരിക്കുന്നത്? ഞങ്ങളൊരു ആരോപണം വെച്ചാൽ അതിന് തെളിവ് വെച്ചിട്ട് സംസാരിക്കത്തുള്ളൂ. ആ തെളിവ് കൊണ്ടുവന്നാൽ ഞാൻ പറഞ്ഞതെല്ലാം കറക്റ്റ് ആണ്, നിങ്ങൾ അംഗീകരിക്കാവോ? അതല്ലേ പിന്നെ അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് അല്ല, ഇദ്ദേഹം പറഞ്ഞ അതേ ന്യായം നമ്മൾ തിരിച്ചു വെക്കുവാണ്. നമ്മൾ തെളിവ് കൊണ്ടുവന്ന സെയ്ത് പറഞ്ഞത് മുഴുവൻ അംഗീകരിക്കുമെന്നുണ്ടെങ്കിൽ നസ്രയെ മോളി തെളിവ് വെച്ചിട്ടാണ്. അപ്പൊ അള്ളാഹു പിശാചാണെന്ന് സെയ്തും അംഗീകരിക്കേണ്ടി വരും. ശരിയല്ലേ? ഈ പുള്ളി പറഞ്ഞ ഇദ്ദേഹം പറഞ്ഞത് ഞാൻ പീലാത്തോസ് എന്നുള്ള പേര് ബൈബിളിൽ നിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതെല്ലാം അംഗീകരിക്കുമെന്ന്. അങ്ങനെ താങ്കൾ പറയുന്നത് എല്ലാം അംഗീകരിക്കാൻ പറ്റുമോ? ആ പേരും കൊണ്ട് താങ്കൾ വന്നു കഴിഞ്ഞാൽ താങ്കൾ പറഞ്ഞത്, താങ്കൾ രണ്ട് ആരോപണം ഇവിടെ വെച്ചു. ഞാനത് കേട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് ആരോപണങ്ങൾ താങ്കൾ വെച്ചത്, ജനക്കൂട്ടം യേശുവിനെ ക്രൂശി തറച്ചു, താങ്കൾ തെളിവ് തരണം. രണ്ട്, പീലാത്തോസ് എന്ന് പറയുന്ന ഒരു അധ്യായം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ചോദിക്കുന്നു. താങ്കളോട് വേറൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഈ പാപം ഉള്ളത് നല്ലതാണോ ചീത്തയാണോ? അത് താങ്കൾ എനിക്കൊന്ന് പറഞ്ഞു. താങ്കളുടെ മ്യൂട്ട് ചെയ്തേ പ്ലീസ്. സയ്യിദിനോട് ഞാൻ വന്നപ്പോഴേ നല്ല രീതിയിൽ പറഞ്ഞതാണ്. ഇത് 2-3 വർഷമായിട്ട് ക്ലബ് ഹൗസിലുള്ളൊരു റൂമാണ്. ഇവിടെ പല ഭടന്മാരും സയ്യിദിനെ പോലെ വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്. പലരും കണ്ടം വഴി ഓടിയിട്ടുമുണ്ട്. ഇവിടെ റെഫറൻസ് വെച്ച് സംസാരിക്കണം. നിങ്ങളുടെ വായ്ത്താളം കേൾക്കാനല്ല ഞങ്ങളിവിടെ ഇരിക്കുന്നത്, ഇവിടെ ഓഡിയൻസ് ഇരിക്കുന്നത്. നിങ്ങളുടെ വയൽ പരമ്പര ഞങ്ങൾക്ക് കേൾക്കണ്ട. നിങ്ങളൊരു ആർഗ്യുമെൻ്റ് വെച്ചാൽ നിങ്ങളതിന് റെഫറൻസ് പറയണം. ലിങ്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് ചാറ്റ് ബോക്സിൽ ഇടണം. പുസ്തകത്തിൽ നിന്നാണ് വായിക്കുന്നതെങ്കിൽ ഏത് പുസ്തകം, ഏത് അധ്യായം, ഏത് പേജ്, ഇനി വേറെ ഏതെങ്കിലും സെക്കൻഡറി ലിറ്ററേച്ചറാണ് നിങ്ങൾ വയ്ക്കുന്നതെങ്കിൽ ആരാണ് പ്രസാധകൻ, ഏതാണ് പബ്ലിഷിംഗ് ഹൗസ്, ഏത് പേജ്, ഏത് പാരഗ്രാഫ്, ഇങ്ങനെ പറഞ്ഞാണ് ഇവിടെ സംവദിക്കാറ് ആൾക്കാർ. ഓക്കെ, നിങ്ങളെ ഞങ്ങൾ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തൊന്നുമല്ലോ, നിങ്ങൾ വന്ന് കയറിയതല്ലേ. നിങ്ങളൊരാരോപണം വെച്ച് കഴിഞ്ഞാൽ അത് എവിടെ പറഞ്ഞിരിക്കുന്നു, ഏത് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, ഏത് അധ്യായം, ഏത് വാക്യം, ഇത് പറയാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. തിരിച്ചും അങ്ങനെ തന്നെ. ഞങ്ങളിവിടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തെളിവ് തരാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്, തെളിവ് തരികയും ചെയ്യും. ഓക്കെ, ഇത് വ്യക്തമായെന്ന് കരുതുന്നു. ഇനി ഇവിടെ കിടന്ന് തക്കിയ അടിക്കാതെ നിങ്ങൾ വെച്ച വാദത്തിന് നിങ്ങൾ റെഫറൻസ് ആദ്യം വെക്ക്, എന്നിട്ട് വർത്താനം പറ. താങ്ക് യു. സയ്യിദിനെ ഞങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കാത്തതിന്റെ കാരണം മനസ്സിലായോ? താങ്കൾ പറയുന്ന ഓരോ കാര്യത്തിനും ബൈബിളിനകത്ത് അതിനൊരു ആസ്ഥാനമില്ല, മനസ്സിലായോ? അതുകൊണ്ട് താങ്കളെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല.
താങ്കൾ എന്തെങ്കിലും ഞാനൊരു പറയുന്നുണ്ടോ സംശയം അതിനകത്ത്? ചോദിക്കുകയാണ്, എനിക്ക് അറിവില്ലാത്തോണ്ട് ചോദിക്കുന്നേ. സംശയത്തിലൊക്കെ ഇങ്ങനെ പോകാം. താങ്കൾ പറയുന്നതിൽ ഇതാ വ്യക്തതയുണ്ടോ ഈ താങ്കളെ? ഈ പീലാത്തോസ് എന്നൊരു അടുത്ത വിഷയം കഥാപാത്രം വല്ലതും ബൈബിളിൽ എടുക്കുന്നുണ്ടോ? അടുത്ത വിഷയത്തിൽ എടുക്കുന്നുണ്ടോ? ഈ വിഷയം തന്നെ ഉള്ളു നമുക്ക്, വേറെ വിഷയങ്ങളില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അടക്കോടെല്ലാം പൊട്ടുന്ന സാധനം. അതല്ല ക്രൈസ്തവ ഞാനൊന്ന് മറുപടിയില്ല. ഉമ്മികളായിട്ടുള്ള ആൾക്കാർക്ക് കാര്യം ഇങ്ങനെ ഒരു അതെന്ന് പ്രശ്നമുണ്ട്. പറഞ്ഞാല് ഒരു ഇനി വാ പോട്ടെ. സംശയമാണ്. ദൈവത്തിനെ ഉമ്മിയായിട്ടുള്ള ആൾക്കാർക്ക് പല പീഡിപ്പിക്കാനായിട്ട് പ്രശ്നങ്ങളും ഉണ്ട്. അതിനപ്പുറം വേറെ ഈ ഉണ്ടാവണം. ഉമ്മികളായിട്ടുള്ള ആൾക്കാരുടെ പ്രശ്നം പറയട്ടെ. തീർക്കലല്ല ഞങ്ങൾ ഇവിടെ ഉമ്മികൾക്ക് പ്രശ്നം തീർത്തു കൊടുക്കും ഒരു എന്നല്ല ഈ ദൈവത്തെ റൂമിന്റെ ഹെഡ്ലൈൻ. പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയാൽ മനസ്സിലായോ? നന്മയെ സയ്യിദ് കേക്ക് സയ്യിദ് ഒരു സെക്കൻഡ് സയ്യിദ് ഈ റൂമിന്റെ തലക്കെട്ടെ ഉമ്മികൾക്ക് ഉമ്മിക്ക് ഇവിടെ പ്രശ്നം തീർത്തു കൊടുക്കും എന്നല്ല, അല്ലെങ്കിൽ അവരുടെ സംശയം തീർത്തു കൊടുക്കും, ഉമ്മിക്ക് സംശയം തീർത്തു കൊടുക്കാൻ കടന്നു വരൂ എന്നല്ല ഇതിന്റെ ഹെഡ്ലൈൻ. നിങ്ങളൊരു വാദം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള റെഫറൻസ് തരണം. ഇവിടെ ചറ പറ കിടന്ന് വർത്താനം പറയരുത്. നിങ്ങളോട് എത്ര ഞാനൊരു കാര്യം ഞാനൊന്ന് മാന്യമായിട്ട് പറഞ്ഞോട്ടെ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഒരു കാര്യം ഞാൻ അദ്ദേഹം കുറച്ച് ഒരു കാര്യം റെഫറൻസ് തരികയെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ വിശ്വാസം അല്ലെങ്കിലാണ് അങ്ങനെ റെഫറൻസ്. അല്ല സുഹൃത്തെ. ഇറ്റ് ഈസ് നോ കേട്ടോ, നോ 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 കേട്ടോ, ഇറ്റ് ഈസ് നോ ബൈബിൾ ദാറ്റ് ഈസ് നോട്ട് ദ വേ പറയുന്നില്ല, ഇറ്റ് ബൈബിൾ വർക്ക്സ്. പറയുന്നില്ല. സാം ബ്രദർ പ്ലീസ് ദാറ്റ് ഈസ് നോട്ട് ദ വേ ഇറ്റ് വർക്ക്സ്. നിങ്ങൾ ഇവിടെ പുതിയ പഠനാണ്, നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. ഓക്കെ, ഇവിടുത്തെ റൂൾസ് തീരുമാനിക്കുന്നത് ഞങ്ങളാണ്, നിങ്ങളല്ല. ഇവിടെ നിങ്ങളൊരു കാര്യം പറയണമെങ്കിൽ, ഒരു വാദം നിങ്ങൾ വെക്കണമെങ്കിൽ നിങ്ങൾ അതിനെ റെഫറൻസ് തരണം, നിർബന്ധമാണ്. നിങ്ങൾക്ക് തോന്നിയ രീതിയിലല്ലേ റൂം റൺ ചെയ്യുന്നത്. ഞങ്ങൾക്ക് അതായത് ഞങ്ങൾക്കും ഈ റൂൾ ആപ്ലിക്കബിൾ ആണെന്നേ. ഞങ്ങളൊരു വാദം വെച്ച് കഴിഞ്ഞാൽ ഇതാ കിടക്കുന്ന ഹദീസ്, അല്ലെങ്കിൽ ഇതാ കിടക്കുന്ന റെഫറൻസ്, ഞങ്ങളൊരു ലിങ്ക് ഇട്ടിരിക്കും, അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞിരിക്കും. അതിൻ്റെ ചിലതാണെങ്കിൽ ഞങ്ങൾ അതിൻ്റെ പബ്ലിക്കേഷൻ ഹൗസും സംശയം ഉണ്ടെങ്കിൽ അതും പറയും, ഇനി പേജ് നമ്പറും പറയും, അധ്യായവും പറയും, എല്ലാം പറയും. ഞങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളിവിടെ സെലിബ്രിറ്റി ഒന്നുമല്ല. നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ വാദത്തിന്റെ റെഫറൻസ് ആദ്യം വെക്കുക, എന്നിട്ട് വർത്താനം പറ. ഫസ്റ്റ് ഗീവ് റെഫറൻസ് ദെൻ ടോക്ക്. താങ്ക് യു. Can I speak? Is that okay? ഷുവർ. All right. സയ്യിദ്, താങ്കളുടെ അടുത്ത് ഞാൻ താങ്കളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. താങ്കളുടെ റെഫറൻസ് ഒക്കെ താങ്കൾ പറയുന്നത് നോ റെഫറൻസ് അറ്റ് ഓൾ. അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം, താങ്കളെ സീരിയസ് ആയിട്ട് എടുക്കാത്തതിന്റെ പ്രധാന കാരണം. രണ്ട്, താങ്കൾ ഇവിടെ പറഞ്ഞു ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരാൾ നശിച്ചു പോകുന്നത് കൊണ്ട് പാപം മോചിക്കുമെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താങ്കൾ ഇത് എനിക്കൊന്ന് പറഞ്ഞു തരണം. സഹീഹ് മുസ്ലിം ബുക്ക് നമ്പർ 37 ഹദീസ് നമ്പർ 6668. അതിനകത്ത് അള്ളാഹുവിന്റെ ദൂതൻ ഇങ്ങനെ പറയുന്നു, അള്ളാഹുവിന്റെ ദൂതൻ അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു ഒന്നും ഇവിടെ പറയേണ്ട കാര്യമേ ഇല്ല. പറയുന്ന കാര്യം ക്രിസ്ത്യാനിറ്റിയുടെ കാര്യം അല്ലല്ല, ഞങ്ങൾ എന്തോ പറയുന്നെന്ന് കോയല്ല തീരുമാനിക്കുന്നത്, ഞങ്ങളാണ് തീരുമാനിച്ചോളാം. സൈദേ, മോൻ എത്രയൊന്നും വളർന്നിട്ടില്ല, പുതിയതായിട്ട് വന്നതല്ലേ, അടങ്ങി അവിടെ ഇരിക്കുക. അവിടെ ഇരിക്കത് കേട്ടിട്ട് പോകും. കേട്ടോളൂ. There would become people amongst the Muslim on the day of destruction with the heavy sins. വലിയ പാപഭാരവുമായിട്ട്, അതായത് ആസ് എ മൗണ്ടൻ, പർവ്വതങ്ങൾ പോലുള്ള പാപങ്ങളുമായിട്ട് മുസ്ലിങ്ങൾ അവസാന നിമിഷം അള്ളാഹുവിന്റെ സന്നിധിയിൽ വരും. ആൻഡ് അള്ളാഹു വുഡ് ഫോർഗീവ് ദം. അള്ളാഹു അവർക്ക് സിന്നെല്ലാം ഫോർഗീവ് ചെയ്ത് കൊടുക്കും, പാപം പരിഹരിച്ചു കൊടുക്കും. He would place their stead to the Jews and the Christians. ക്രിസ്ത്യാനികളുടെയും യഹൂദന്മാരുടെയും തലയിലോട്ട് മുസ്ലിങ്ങളുടെ പാപം വെച്ചു കൊടുത്തിട്ട് മുസ്ലിങ്ങളെ രക്ഷിക്കുമെന്ന്. താങ്കളൊന്ന് പറഞ്ഞേ, ഈ ക്രിസ്ത്യാനികളും യഹൂദന്മാരുടെയും നാശം, അവരുടെ തകർച്ച, അല്ലെങ്കിൽ അവരെ ക്രൂരമായിട്ട് ഇങ്ങനെ ഇല്ലാതാക്കിക്കൊണ്ട് ആ പാപങ്ങള് ക്രിസ്ത്യാനിയുടെ തലയിൽ വെച്ച് തന്ന് മുസ്ലിങ്ങളെ രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ അതങ്ങ് സാധിക്കുന്നത്? താങ്കളൊന്ന് പറഞ്ഞു തന്നേ. താങ്കളുടെ വിശ്വാസപ്രകാരം അതെങ്ങനെ സാധിക്കും? താങ്കൾ പറഞ്ഞു യേശു ക്രിസ്തു മരിച്ചത് കൊണ്ട് പാപങ്ങളെല്ലാം മോചിക്കുമോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇവിടെ ഞങ്ങൾ ദൈവങ്ങൾ പോലും അല്ല, വി ആർ ജസ്റ്റ് ഹ്യൂമൻസ്. സ്റ്റിൽ യു ബിലീവ്, നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ പാപങ്ങളെല്ലാം ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്ക്, എന്നിട്ട് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോവും, ഞങ്ങൾ നരകത്തിൽ പോവുമെന്നാ. താങ്കളൊന്ന് പറഞ്ഞേ, ആ പാപഭാരം ഞങ്ങൾക്ക് എടുക്കാൻ ഏതാ വകുപ്പ്? അള്ളാഹുവിന്റെ വ്യഭിചാരശാലയിലോട്ട്. താങ്കളൊന്ന് പറഞ്ഞേ. സൈദേ, ഹലോ, മൈക്കെടു പോയാ? ഇങ്ങനെയാണ് തെളിവ് വെച്ച് സംസാരിക്കുന്നത് സൈദേ, മനസ്സിലായോ? ഇങ്ങനെയാണ് തെളിവ് വെച്ച് സംസാരിക്കുന്നത്. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കേ. മ്യൂട്ട് ചെയ്യല്ലേ? വളരെ
വ്യക്തമായ ഒരു ആരോപണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എടുക്കുക. ക്രിസ്ത്യാനിറ്റിയുടെ മേല് എന്തിനാണ് പാപഭാരം എടുത്തു വെക്കുന്നതെന്ന് അല്ലെ, അതല്ലേ ചോദ്യം. അപ്പൊ അതിന് വളരെ ക്രിസ്ത്യാനിറ്റിയുടെ മേലല്ല സൈദ്, ചെവി കൊണ്ട് കേക്ക്. ക്രിസ്ത്യാനികളുടെ മേൽ, യഹൂദന്റെ മേൽ അള്ളാഹു മുസൽമാന്റെ പാപം എടുത്തു വെക്കും. എങ്ങനെയാണ് ക്രിസ്ത്യാനിക്കും യഹൂദനും മുസ്ലിമിന്റെ പാപം ഏറ്റെടുക്കുവാൻ കഴിയുന്നത്? അള്ളാഹു ഇത് അവരുടെ നെഞ്ചത്തോട്ട് ഏറ്റുവെക്കുമ്പോൾ മുസ്ലിങ്ങളെ അള്ളാഹുവിന്റെ വ്യഭിചാരശാലയിലോട്ട് വിടും. ഇതെങ്ങനെ സംഭവിക്കും? അത് പറയാം. ചെവി കൊണ്ട് ഇത് രണ്ട് മതങ്ങളുടെയും വളരെ വ്യക്തമായ വ്യത്യാസമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഒന്ന്, ഒരു ഭാഗത്ത് ക്രിസ്ത്യാനിറ്റി ദൈവത്തെ തല്ലിക്കൊന്നതിന് പുണ്യമായിട്ട് കൊടുത്ത് അവരെ അപ്പുമാങ്ങാന്ന് ചോദിക്കുമ്പം മുഹമ്മദിന്റെ അപ്പിയുടെ വിഷയം പറയല്ലേ? അപ്പുമാങ്ങാന്ന് ചോദിക്കുമ്പോ മുഹമ്മദിന്റെ അപ്പിയുടെ വിഷയം പറയാതെ സയ്യിദേ, വിവരക്കേട് പറയാതെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറ. ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുക. അള്ളാഹിനെ പറ്റിയിട്ട് മുഹമ്മദിനെ കാട്ടിൽ കൂടുതൽ ആരെങ്കിലും ആക്ഷേപിച്ചിട്ടുണ്ടോ? മുഹമ്മദിനെ കാട്ടിൽ കൂടുതൽ ആക്ഷേപിച്ചിട്ടുണ്ടോ ആരെങ്കിലും? മുഹമ്മദിനെ കാട്ടിൽ കൂടുതൽ ആക്ഷേപിച്ചിട്ടുണ്ടോ എന്റെ പൊന്നു സഹോദര സയ്യിദ്? മുഹമ്മദിനെ കാട്ടിൽ കൂടുതൽ ആരെങ്കിലും ആക്ഷേപിച്ചിട്ടുണ്ടോ? മുഹമ്മദ് എന്താ പഠിപ്പിച്ചത്? ഈ രണ്ട് മതങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നിങ്ങൾ തന്നെ ഇപ്പോൾ അത് പുണ്യം. പക്ഷേ യേശുവിന്റെ മേൽ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തന്നെ വലിയ കടുത്ത കുറ്റമായിട്ട് ഇസ്ലാം സഹീഹ് ബുഖാരി ബുക്ക് നമ്പർ 37 ഹദീസ് നമ്പർ 6668 അള്ളാഹുവിന്റെ ദൂതരായ മുഹമ്മദ് എന്ന് പറയുന്ന നിങ്ങളുടെ പ്രവാചകൻ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ആരും പേടിക്കണ്ട, നിങ്ങൾ ആരും പേടിക്കുകയേ വേണ്ട, കാരണം നിങ്ങളുടെ പാപങ്ങളെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ട് ക്രിസ്ത്യാനികളുടെയും യഹൂദരുടെയും തലയിൽ കൊടുക്കുമെന്ന്. ഞാൻ എന്റെ ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ, കൊടുക്കും എന്നാ പറയാൻ കാര്യം? നിങ്ങൾ ഇതെങ്ങനെ മുസ്ലിമിന്റെ പാപം അങ്ങോട്ട് ട്രാൻസ്ഫർ ആകുന്നത്? മുസ്ലിങ്ങളുടെ പാപങ്ങൾ എന്തിനാ മനുഷ്യ ഞങ്ങൾ ഏറ്റെടുക്കുന്നത്? ഞങ്ങൾ മനുഷ്യരല്ലേ? പ്രപഞ്ച സൃഷ്ടാവിനെതിരെ നിങ്ങൾ നടത്തുന്ന അത് ക്രിസ്ത്യാനിയുടെ പാപം, അത് ക്രിസ്ത്യാനിയുടെ പാപം. അതല്ല ചോദിച്ചത് സൈദേ, അതല്ല ചോദിച്ചത് സൈദേ, അതല്ല ചോദിച്ചത് സൈദേ. ചോദ്യം കേക്ക്. അതല്ല ചോദിച്ചത്. ക്രിസ്ത്യാനിയുടെ പാപം ശരി, അള്ളാഹു എന്ന ഗോത്രദേവനെ വിശ്വസിക്കാതെ അത് ക്രിസ്ത്യാനിയുടെ പാപം. പക്ഷെ മുസ്ലിമിന്റെ പാപം എന്തിനാ ക്രിസ്ത്യാനിയുടെ തലയിലോട്ട് ഇട്ട് വെക്കുന്നത്? വിവരമുണ്ടോ? ഞാൻ ഒന്നും കൂടെ വായിച്ച് വൃത്തിയായിട്ട് കൊടുക്കാം. ചിന്തിച്ചിട്ടാണോ ഈ ഉത്തരം പറയുന്നത്? ഞാൻ ഒന്നും കൂടെ വായിക്കാം. There would be come people amongst the Muslim on the day of resurrection. അതായത് റിസറക്ഷന്റെ സമയത്ത് അവസാന നാളുകളിൽ ഈ മുസ്ലിങ്ങളെല്ലാം അല്ലെ ആളുകളെല്ലാം കൂടെ വരും. With as heavy sins as a mountain ആയിട്ട് വളരെ വലിയ പാപങ്ങളും കൊണ്ടാണ് ഈ ആളുകൾ വരുന്നത്. Allah would forgive them and he would അത് മുസ്ലിമിന്റെ പാപമാണ്. അത് മുസ്ലിമിന്റെ പാപമാണ്. എക്സാക്ട്ലി. അതിന് വേറെ ഹദീസ് വേണോ? വേറെ വേണമെങ്കിൽ ഞാൻ വീണ്ടും തരാം, ഇഷ്ടം പോലെ ഇരിക്കുകയാണ്. വായിക്കും മുന്നിലോട്ട് വായിക്കും. He would place their stead to the Jews and the Christians. ക്രിസ്ത്യൻസിന്റെയും ജൂസിന്റെയും തലയിലോട്ട് ഈ മുസ്ലിങ്ങളുടെ പാപങ്ങൾ വെച്ചു കൊടുക്കും. അങ്ങനെ ഇസ്ലാമിന്റെ പാപങ്ങളെല്ലാം ക്രിസ്ത്യാനികളും യഹൂദന്മാരും ഏറ്റെടുത്തുകൊണ്ട് ഇവരെ രണ്ടുപേരും നരകത്തിലേക്കും അള്ളാഹുവിന്റെ വ്യഭിചാരശാലയിലേക്ക് ദീനിൽ വിശ്വസിക്കുന്നത് നമ്മുടെ കുഞ്ഞു കോയാക്കളെല്ലാം അങ്ങോട്ട് പോവുകയും ചെയ്യുമെന്നാണ് ഇവിടെ പറയുന്നത്. ചോദ്യം മനസ്സിലായോ? വളരെ വ്യക്തമായി. ചോദ്യം ഇങ്ങോട്ടൊന്ന് പറഞ്ഞേ. ചോദ്യം പറയാം. അതായത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ചോദ്യം ഹദീസ് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ നാളെ മുസ്ലിങ്ങളുടെ പാപം ആരാണ് പാപം ചെയ്യുന്നത്? മുസ്ലിങ്ങൾ പാപം ചെയ്യുന്നു. ആ പാവം ക്രിസ്ത്യാനികളുടെയും ജൂതരുടെയും തലയിൽ വെച്ച് കെട്ടുവന്നു അള്ളാഹു. അല്ലെ? ആരാ വെക്കുന്നത്? അള്ളാഹു എടുത്ത് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും അള്ളാഹു? നിങ്ങളെ നരകത്തിൽ അസ്തഗ്ഫിറുല്ലാ, നിങ്ങളെ നരകത്തിലാക്കുമെന്ന് പറയാൻ എനിക്ക് യാതൊരു യോഗ്യതയില്ല. നാളെ നിങ്ങൾ യഥാർത്ഥ വിശ്വാസം അവിടെ ഇരിക്കട്ടെ ബ്രദറെ. അള്ളാഹുവിന് നമുക്കൊരു വടി കൊടുക്കണം. എസ്റ്റിക് ഫോർ അല്ല ചോദിച്ചത്. അള്ളാഹു എന്ത് ചെയ്യും? മുസ്ലിങ്ങളെ എന്ത് ചെയ്യും? മുസ്ലിങ്ങൾ എന്നുള്ള രീതിയിൽ അവരുടെ പാപങ്ങൾക്കനുസരിച്ച് അവരുടെ പ്രതിഫലം കാണും. അതനുസരിച്ച് അതല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് സാം ബ്രദറെ? അവിടെ അല്ല,
മുസ്ലിങ്ങൾ പാപങ്ങളുമായിട്ട് വരുമ്പോൾ ആ പാപങ്ങളെല്ലാം എടുത്ത് ജൂസിന്റെയും മല ക്രിസ്ത്യൻസിന്റെയും പോലെ തലയിൽ വരുന്ന വെച്ച് കൊടുത്തു. പാപങ്ങള് സാമ്പ്രദറെ മല കൃത്യമായി മല പോലെ വെച്ചോണ്ട് പോലെയുള്ള പോകും. ആ പാപങ്ങള് ക്രിസ്ത്യാനികളുടെയും യഹൂദന്മാരുടെയും തലയിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഞങ്ങളെ നരകത്തിന്റെ വിറകുള്ളികളാക്കി വിടുമെന്നും നിങ്ങൾക്ക് ഹൂറികളുള്ള സ്വർഗത്തിലേക്ക് ലിംഗം വളയാത്ത സ്വർഗത്തിലേക്ക് കയറിയിട്ട് അവിടെ നിങ്ങൾക്ക് ഡിങ്കാലാല ആടാമെന്നും ആണ് പറഞ്ഞു അല്ല, വെക്കുന്നത്. ഞാനൊന്ന് റീഫ്രൈസ് ചെയ്ത് കൊടുക്കാം. സയ്യിദ് കാര്യം പിടികിട്ടിയോ? സയ്യിദ് ബ്രദറെ, ഓ സയ്യിദ് ബ്രദറെ, പറ അവസാന നാളിൽ ഇപ്പൊ സയ്യിദ് ബ്രദറും ഞാനും വരെയാണ്. സയ്യിദ് ബ്രദർ ചെയ്തേക്കണ മല പോലെ ഉള്ള പാപങ്ങൾ എടുത്ത് എന്റെ തലയിൽ വെച്ചിട്ട് എന്നെ പിടിച്ച് നരകത്തിൽ ഇടുമെന്നാണ് അള്ളാഹു പറഞ്ഞത്. എന്നിട്ട് മനസ്സിലായോ? അതെ മനസ്സിലായി. മനസ്സിലായി. ഇതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഇതിനെക്കുറിച്ച് മാത്രം അഡ്രസ് ചെയ്ത് സംസാരിക്കുക. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾ കേൾക്കണം. ഒന്നാമത്തെ കാര്യം, ഒന്ന്, നിങ്ങൾ ഇപ്പൊ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ബ്രദറെ പിന്നെയും ചോദ്യം ചോദിക്കേണ്ടി വരും. ചോദ്യത്തിന് പറയാൻ ഉത്തരം പറയാം. മുമ്പേ ഇങ്ങനെ പറയൂ. നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? യഥാർത്ഥ പ്രപഞ്ചനാഥനെതിരെയുള്ള വളരെ പ്രപഞ്ചനാഥനോ ബ്രദറെ? കല്ലിനെതിരെ ഞങ്ങൾ കാര്യം പറയുന്നതല്ല. പ്രപഞ്ചനാഥത്തിന്റെ വിഷയമല്ല. സയ്യിദ് ഫോക്കസ്. ചെകുത്താൻ എന്ന് മുതലാ പ്രപഞ്ചനാഥൻ? നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് പറ. നാവുകൾ കൊണ്ട് ആക്രമിക്കുകയാണ് ഒരു ദൈവത്തെ, അല്ലെങ്കിൽ നാവ് കൊണ്ട് ഫിത്ന ചെയ്യുന്നു. നിങ്ങൾക്ക് കിട്ടുക അത് ശിക്ഷയാണ്. ഫിത്നയല്ലേ ചെയ്യുന്നത്? ശാപമൊക്കെ അവിടെ ഇരിക്കട്ടെ. ശാപമൊക്കെ ഞങ്ങൾക്കറിയാം. സൈഡ് അതൊക്കെ അവിടെ നാലായിട്ട് മടക്കി പോക്കറ്റ് വെച്ചിട്ട് വല്ല ഖുറൈശികളും അതുകൊണ്ടാണ് നിങ്ങളെ ശിക്ഷിക്കുന്നത്. സയ്യിദ് ചോദിച്ചതിന് ഉത്തരം പറ. പാപത്തെ കുറിച്ച് സയ്യിദ് ചോദിച്ചതിന് ഉത്തരം പറ. എന്നെ എന്തിനാണ് പിടിച്ച് നരകത്തിൽ ഇടണേന്ന് എനിക്ക് അറിഞ്ഞാൽ മതി. സയ്യിദ് ഒന്ന് പറഞ്ഞേ. നിങ്ങൾ പാപികളായ സയ്യിദ് ചെയ്ത പാപം എന്റെ തലയിൽ വെച്ചിട്ടുണ്ട കാര്യം എന്താന്ന് ഞാൻ ചോദിച്ചേ. അത് അവിടെ ഒത്തിരി നാൾ കഴിഞ്ഞിട്ട് ഒരു സുഹൃത്ത് വന്നിട്ടുണ്ടല്ലോ. കഠിനമായ ശിക്ഷയാണത്. പല നാളുകൾക്ക് ശേഷം ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട്. നിക്ക് സയ്യിദ് ഒരു മിനിറ്റ്. ഒത്തിരി നാളുകൾക്ക് ശേഷം ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട്. സുഹൃത്തെ മേളിൽ കയറി വരാൻ കേട്ടോ. നിങ്ങൾക്കും കയറി വരാം, അവസരമുണ്ട്. സയ്യിദ് പറയൂ. എന്തോ പോയോ? സയ്യിദ് പോയോ? പിന്നല്ലാതെ പുള്ളി ഇവിടെ പറഞ്ഞു വെക്കുന്ന വൃത്തികെട്ട ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എന്ന് വെച്ചാൽ ബൈബിൾ പഠിപ്പിക്കാത്ത തരത്തിലുള്ള രണ്ട് ആരോപണങ്ങൾ. ഒന്ന്, ജനക്കൂട്ടം യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചു, തെറ്റ്. രണ്ട്, ക്രൂശിച്ചവരുടെ പാപം മോചിച്ചു കൂട്ടി, തെറ്റ്. ഇത് രണ്ടും പറഞ്ഞിട്ട് പുള്ളി എവിടുന്നോ കിട്ടിയത് എടുത്തുകൊണ്ടാണ് വന്നത്. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ വിശ്വസിക്കുന്നത് ദൈവം പാപം മോചിക്കാൻ കഴിവുള്ളവനാണ്, പാപം മോചിക്കും എന്ന് തന്നെയാണ്. ഇവിടെ മുസ്ലിങ്ങൾ പഠിപ്പിക്കുന്നത് എന്താണ്? ഇസ്ലാമിന്റെ പാവങ്ങൾ മുഴുവൻ ക്രിസ്ത്യാനികളുടെയും യഹൂദന്മാരുടെയും തലയെ കെട്ടിവെച്ചിട്ട് മുസ്ലിങ്ങളെ രക്ഷിക്കൂ എന്നുള്ള കാര്യം. അപ്പോഴെങ്ങനെ ഈ മുസ്ലിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ പാപങ്ങൾ ഒപ്പം മനുഷ്യരിലോട്ട് പാപങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുമെന്നല്ലേ ഇവർ പറയുന്നത്? എന്ന് വെച്ചാൽ ഇന്നസെന്റ് ആയ ഞാൻ ഈ മുസ്ലിങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്ത് ഞാൻ നരകത്തിൽ പോകണം. ഇവർക്ക് എന്ത് വൃത്തികേടും ഈ ലോകത്തിൽ കാണിക്കാം. കാരണം സഹീഹ് മുസ്ലിം 27:49 വളരെ കൃത്യമായിട്ട് അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ദൂതർ പറയുകയാണ്, എന്റെ നസ്ലിം ബ്രദർ നേരത്തെ ഇവിടെ വായിച്ചു, എന്നാലും ഞാൻ പറയാം. ബൈ ഹിം ഇൻ ഹുസ് ഹാൻഡ് ഈസ് മൈ സോൾ. എന്റെ ആത്മാവ് ആരുടെ കൈകളിലാണോ ഞാൻ പറയുന്നു. ഇഫ് യു ഡിഡ് നോട്ട് സിൻ, നീ പാപം ചെയ്തില്ലെങ്കിൽ, അള്ളാഹു വുഡ് റീപ്ലേസ് യു വിത്ത് ദ പീപ്പിൾ ഹു വുഡ് സിൻ. അള്ളാഹു നിങ്ങളെ റീപ്ലേസ് ചെയ്യും, നിങ്ങളെ അവിടുന്ന് ഇല്ലാണ്ടാക്കും, നിങ്ങളെ കൊന്നുകളഞ്ഞതിന് ശേഷം പുതിയൊരാളെ അവിടെ കൊണ്ടുവരും, അവൻ പാപം ചെയ്യും. then they would seek forgiveness from Allah. എന്നിട്ട് അള്ളാഹുവിനോട് പാപം മോചിച്ചു തരണേന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ അള്ളാഹു പാപം മോചിച്ചു കൊടുക്കും. ഇവിടെ നീതിമാനായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഭൂലോകത്തിൽ ജീവിക്കാൻ യാതൊരു അവകാശവുമില്ല. പക്ഷേ ഒരു മുസ്ലിം ആവുകയും, മുസ്ലിം ആയി കഴിഞ്ഞാൽ അവൻ പാപം ചെയ്യുകയും, ഇനി പാപം ചെയ്യാത്ത ഏതെങ്കിലും മുസ്ലിം ഉണ്ടെന്നുണ്ടെങ്കിൽ അവനെ രായ്ക്കരാമാനെ ഇല്ലാതാക്കിയിട്ട് വേറൊരുത്തനെ കൊണ്ടുവന്ന് പാപം ചെയ്യിപ്പിച്ചിട്ട് അള്ളാഹുവിനോട് അപേക്ഷിക്കണം, കാലെ വീണ് കെട്ടി നിന്ന് കരയണം, അള്ളാഹുവേ എനിക്ക് പാപം മോചിച്ചു തരണേന്ന്. ഈ മനുഷ്യന് പാപം ചെയ്യാൻ ഒരാഗ്രഹവും ഇല്ല. ആലോചിക്കണം. എന്നിട്ട് ഇവന്മാര് ചെയ്ത പാപങ്ങളെല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ബുഖാരിയിൽ പറയാണ്, മുസ്ലിമിൽ 666 പറയുന്നുണ്ട്, 66:55 പറയുന്നുണ്ട്, ഇങ്ങനെ ഒരുപാട് അടുത്ത് പറയുന്നുണ്ട്. ഇതെല്ലാം കൂടെ ക്രിസ്ത്യാനികളുടെ തലയെ കൊണ്ടുവെക്കണമെന്ന്. ഈ ക്രിസ്ത്യാനികൾ എന്ത് പഴിച്ചു? ഞങ്ങൾ എന്തിനാ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുക്കേണ്ടത്? പുള്ളിക്ക് ചോദ്യം പിടികിട്ടിയില്ല സാം ബ്രദറെ. പുള്ളി പിന്നെയും പറഞ്ഞു കേട്ടായിരുന്നോ? പുള്ളി പറഞ്ഞ നിങ്ങള് പാപികളായതുകൊണ്ട്. ഞങ്ങൾ ചോദിച്ചത് അതല്ല. ഞങ്ങൾ പറഞ്ഞ നിങ്ങളുടെ പാപം ഞങ്ങളുടെ തലയിലോട്ട് എന്തിനാ വെക്കുന്നത്? ബ്രദറ്, ഇതില് ദ മെയിൻ പോയിന്റ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, ആരെങ്കിലും പാപം ഏറ്റെടുക്കണം എന്ന ഐഡിയ ഇവർക്കുമുണ്ട്, മുഹമ്മദിനും ഉണ്ടായിരുന്നു. മുഹമ്മദ് മല പോലെയുള്ള പാപങ്ങളും കൊണ്ട് മുസ്ലിങ്ങൾ വരുമ്പോൾ
അത് ക്രിസ്ത്യാനികളുടെയും യഹൂദന്മാരുടെയും തലയിലേക്ക് അല്ലാഹു എടുത്ത് മാറ്റി വെച്ചിട്ട് ഇവരുടെ പുണ്യം, ക്രിസ്ത്യാനികളും യഹൂദന്മാരും ചെയ്ത നന്മയും പുണ്യങ്ങളും അത് മുസ്ലിങ്ങളുടെ തലയിലേക്ക് കൊടുത്തിട്ട് അവരെ ജന്നയിൽ കൊണ്ടുപോകും, ഹൂറികളെ കൊടുക്കും, ക്രിസ്ത്യാനികളെ നരകത്തിലേക്ക് ഇടുന്ന, ഇങ്ങനെ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് ഹദീസ്. അത് മുഹമ്മദിന് മനസ്സിൽ തോന്നിയ അള്ളാഹു മോഹമാണ്. അള്ളാഹു ഇൻകേപ്പബിൾ ആണ് സിസ്റ്റർ. ഇവിടെ ഈ അള്ളാഹുവിന് സാം പാപം ബ്രദറെ അപ്പൊ മോചിക്കുവാനുള്ള അവിടെ കഴിവ് കെട്ട ഒരു മനുഷ്യനാണ്. കാരണം അള്ളാഹു ഒരു ദൈവമല്ല. ദൈവത്തിന് പാപം മോചിക്കാനുള്ള ട്രാൻസ്ഫറിങ്, കഴിവുണ്ട്. അള്ളാഹുവിന് മുസ്ലിം അതാണ് ബ്രദർ ഞാൻ ഇറ്റ്സ് പറയുന്നത്. എ ട്രാൻസ്ഫറിങ്, സിൻ ഹാസ് ടു ബി ട്രാൻസ്ഫേർഡ്. ഇറ്റ്സ് നോട്ട് അവരുടെ ഫോർഗിവൻ, വിശ്വാസത്തില് ഇറ്റ്സ് സിൻ ട്രാൻസ്ഫേർഡ്. ഇറ്റ് ഈസ് നോട്ട് ഫോർഗിവൺ. അത് അവിടെ ഒരു ഈസി വേ ഔട്ട് നോക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ പാപത്തിനൊരു പരിഹാരം വരുത്തുവാൻ കഴിവില്ലാത്തത് കൊണ്ട് മുസ്ലിങ്ങളുടെ പാപങ്ങളെ ഇവരുടെ തലയിൽ വെച്ചിട്ട് ഇവരുടെ പുണ്യവും നന്മയും റൈച്ചസ്നെസ്സും എടുത്ത് അവർക്ക് കൊടുക്കുക. ഇതൊരു വെരി ഈവിൾ തോട്ട് ഫോർ എ ഗോഡ്, അല്ലെ? ഒരു ദൈവം ചിന്തിക്കുന്ന കുതന്ത്രങ്ങളിൽ അള്ളാഹു ഇതെന്താ? ഇതിന് ഏകനാണല്ലോ. ദേ ഇതിനകത്തെ വേറൊരു കാര്യം കൂടെ പുള്ളി പറഞ്ഞത്, ഇസ്ലാമിനകത്ത് എന്താ ഫ്രീ വില്ലുണ്ട്, ചോയ്സ് എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇസ്ലാമിനകത്ത് ഫ്രീ വില്ലും ഇല്ല, ചോയ്സും ഇല്ല. കാരണം വേറെ ഒരു ഹദീസിനകത്ത് മുഹമ്മദ് പറയുന്നത്, നിഷ്കളങ്കരായ പിള്ളാരെ കൊന്നിട്ട് ആ പിള്ളാരെ പോലും നരകത്തിലോട്ട് വിടുന്ന അള്ളാഹു ആണെന്നാണ് മുഹമ്മദ് പറയുന്നത്. സഹീഹ് മുസ്ലിം 2662 2662 അവിടെ പറയുന്നത് എന്താണ്? ഐഷ, the mother of the believers, said, Allah's messenger was called to lead the funeral prayer of a child in Ansar. അൻസാറിൽ ഉണ്ടായിരുന്ന ഒരു കൊച്ചു പയ്യന്റെ മരണത്തോടനുബന്ധിച്ച് മുഹമ്മദിന് ഈ ജനാസയിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി മുഹമ്മദിനെ വിളിച്ചു. അല്ലാഹ്സ് മെസ്സഞ്ചർ, there is happiness for this child who is a bird from the bird of paradise. അപ്പം ഐഷ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഈ കൊച്ചിന് എന്തുവാ സന്തോഷം കാണുമല്ലോ, കാരണം ഇവൻ ഒരു സ്വർഗത്തിലെ കിളിയെ പോലെ, പക്ഷി, ഒരു പക്ഷിയെ പോലെ, സ്വർഗത്തിലെ ഒരു സ്വർഗത്തിലെ പക്ഷിയെ പോലെ കിളിയായിട്ട് പറന്നു ഇവനായി. നടക്കും. സ്വർഗത്തിലെ കിളിയായി, പക്ഷിയായി ഇവൻ പറന്നു നടക്കും. കാരണം എന്താ? ഫോർ ഇറ്റ് കമ്മിറ്റഡ് നോ സിൻ, അവൻ പാപം ഒന്നും ചെയ്യാത്തത് കൊണ്ട്. നോർ ഹാസ് ഹി റീച്ച് ദി ഏജ് വൺ ക്യാൻ കമ്മിറ്റ് സിൻ, കാരണം അവൻ പാപം ചെയ്യുന്ന ആ ഒരു പ്രായം വരെ അവൻ എത്തിയിട്ടുമില്ല. അപ്പൊ മുഹമ്മദ് പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്നറിയാമോ? ഐഷ ശരിക്കും പറഞ്ഞാൽ യഹൂദന്റെയും ക്രിസ്ത്യാനിയുടെയും വിശ്വാസം അനുസരിച്ചാണ് ഐഷ പറഞ്ഞത്. മുഹമ്മദ് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനല്ല. മുഹമ്മദ് പറയുന്നത് എങ്ങനെയാ? മുഹമ്മദ് പറയുന്നത്, ഹി സെഡ്, ഐഷ, പെർ അഡ്വെഞ്ചർ ഇറ്റ് മേ ബി അതർവൈസ്, അതങ്ങനെ ആകാതിരിക്കാനും സാധ്യതയുണ്ട്. ബിക്കോസ് Allah created for paradise those who are fit for it while they were yet in their father's loins. അവരവരുടെ പിതാക്കന്മാരുടെ ഘടികങ്ങളിലായിരിക്കുമ്പോൾ തന്നെ അള്ളാഹു അവരെ സ്വർഗത്തിനു വേണ്ടി സൃഷ്ടിച്ചവരായി ചിലരുണ്ട്. ആൻഡ് ക്രിയേറ്റഡ് ഫോർ ഹെൽ ദോസ് ഹു ആർ ടു ഗോ ടു ഹെൽ, ചിലരെ നരകത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, അവര് നരകത്തിലേക്ക് പോകാനുള്ളവരാണ്. ഹി ക്രിയേറ്റഡ് ദം ഫോർ ഹെൽ വൈൽ ദേ വെർ യെറ്റ് ഇൻ ദെയർ ഫാദേഴ്സ് ലോയിൻസ്, അവരെ നരകത്തിലേക്ക് ഉണ്ടാക്കിയത് അവരവരുടെ പിതാക്കന്മാരുടെ ഘടികങ്ങളിലായിരിക്കുമ്പോൾ തന്നെയാണ് എന്നാണ് മുഹമ്മദ് പറയുന്നത്. ഈ കൊച്ചൻ ജനിച്ചു വളർന്ന് ഇച്ചിരി പ്രായമായിട്ടില്ല, ആ കൊച്ചൻ പാപമൊന്നും ചെയ്തിട്ടില്ല. പാപം ചെയ്യാത്ത ആ കൊച്ചനെ പോലും നരകത്തിലോട്ട് വിടുന്ന ഒരു വിശ്വാസമാണ് ഇസ്ലാം. ബൈബിളിനകത്ത് അങ്ങനെ കാണുന്നില്ല നമ്മള്. ബൈബിളിനകത്ത് അങ്ങനല്ല പറയുന്നത്. കർത്താവ് തന്നെ പറയുന്നുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കലേക്ക് വരാൻ അനുവദിക്കുവീൻ, ഇങ്ങനെയുള്ളവരുടേതല്ലോ ദൈവരാജ്യം. അപ്പം കൊച്ചു കുഞ്ഞിന് പാപം ചെയ്യാൻ, പാപം മനസ്സിലാക്കുവാൻ, പാപം അവന്റെ ചിന്തയിലൂടെ പാപം കടന്നു വരാൻ കഴിയാത്ത ഒരു പ്രായമാണെങ്കിൽ ബൈബിൾ ഒരിക്കലും അവരെ നരകത്തിലോട്ട് വിടുന്ന ഒരു പരിപാടിയില്ല. ഇപ്പം അബോർഷൻ നടക്കുന്നു, ഒത്തിരി പേര് അബോർഷൻ ചെയ്യുന്നുണ്ട്. ഈ അബോർഷൻ ചെയ്യുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ, അവര് തെറ്റൊന്നും ചെയ്തിട്ടില്ല, വയറ്റിൽ തന്നെ ആ കുഞ്ഞിനെ കൊല്ലുകയാണ്. ആ കുഞ്ഞിനെ നരകത്തിലോട്ട് വിടുന്ന പരിപാടിയൊന്നും ബൈബിളിലെ ദൈവത്തിനില്ല. ആ കുഞ്ഞ് നിഷ്കളങ്ക കുഞ്ഞാണ്, ആ കുഞ്ഞ് ഒരു പാപവും ചെയ്തിട്ടില്ല. ആ കുഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ സ്വർഗത്തിലായിരിക്കും എന്ന് ബൈബിള് പഠിപ്പിക്കുന്നു. പക്ഷെ ഇസ്ലാം അതിന് നേരെ വിപരീതമാണ്. ഇവരുടെ ഹഫ്സ് ഖുറാൻ 18:74 ഒരു കുറ്റവും ചെയ്യാത്ത കൊച്ചിനെ ഖിദിർ നബി എന്ന് പറയുന്ന കഥാപാത്രം കൊന്നുകളയുകയാണ്. കാരണം അവൻ ഭാവിയിൽ എന്തെങ്കിലും കുറ്റം ചെയ്തേക്കാം, അത് കാരണം അവൻ്റെ മാതാപിതാക്കൾ ഇവരുടെ കൾട്ടിൽ നിന്ന് പുറത്തു പോയേക്കാം
എന്നുള്ള കാരണം കൊണ്ട് ഇന്നേ കൊന്നു കളയുന്ന ഒരു വിചിത്ര കഥാപാത്രം ഏതാ, ഖിദിർ നബി എന്ന് പറയുന്ന കഥാപാത്രം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കുറ്റവും ആ കൊച്ചു ചെയ്തിട്ടില്ല. ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഭാവിയിൽ ചെയ്തേക്കാം എന്ന് പറയുന്നത് കൊന്നുകളയാണ്.